അങ്ങേയറ്റം പ്രമത്താധികാരത്തിന്റെ ഒരു അന്ധകാര കരിങ്കാലത്ത് ആവർത്തിക്കുന്ന മാധ്യമവേട്ടകളുടെ ഫാസിസ്റ്റ് അധ്യായം ഇന്ന് അതിരപ്പള്ളിയിലാണ്. അന്ന് ഷൂ എറിഞ്ഞ് ബസ് മറിച്ച് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കി എന്നൊരു പ്രതികാര തിരക്കഥയ്ക്ക് പിന്നാലെ കാട്ടാനക്കാലും ചുവട്ടിൽ കാട്ടുപന്നിത്തേറ്റയിൽ മുടിഞ്ഞൊടുങ്ങുന്ന ഗതികെട്ട മനുഷ്യരുടെ യാതനകൾ ലോകത്തോട് പറഞ്ഞ പാതകത്തിന് ഭരണകൂടം അതിന്റെ പകയത്രയും വിഷം ചീറ്റി തീർക്കുന്നത് റൂബിൻലാൽ എന്നൊരു ചെറുപ്പക്കാരൻ മാധ്യമപ്രവർത്തകരോടാണ്. ഇന്നാണ് ഒരു ഗുണ്ടാത്തലവന്റെ വീട്ടിൽ പോയി മൃഷ്ടാന്നം നാണമില്ലാതെ അണ്ണാക്കിൽ തള്ളിയവരാണ്. അക്രമിയെ ജർമ്മനിക്ക് കയറ്റിവിട്ട് അധമന് കഞ്ഞിവെച്ചവരാണ്. ഏതോ ചേഷ്ട കാണിച്ചു എന്ന മേയർ അധികാരിയുടെ പരാതി സത്യമാണോ തെളിയിക്കാനുള്ള മെമ്മറി കാർഡ് തിരഞ്ഞ് ആകാശത്തേക്ക് വായും പൊളിച്ചു നിൽക്കുന്ന ദാസ്യ പോലീസാണ്. പാതിരാത്രി വീട് കയറി വാർത്ത പറഞ്ഞ കുറ്റത്തിൽ ഒരുത്തനെ കള്ളക്കേസും ചുമത്തി ലോക്കപ്പിൽ ഷഡ്ഡിപ്പുറത്ത് നിർത്തി കൂമ്പിലടിക്കുന്നെങ്കിൽ അതിനെ വിളിക്കേണ്ടത് നീതിപാലനമെന്നല്ല, പോലീസെ നിങ്ങളുടെ തെമ്മാടിപ്പണി എന്നാണ്. രായ്ക്ക് രാമാനം തൊണ്ടക്കുഴിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ഞങ്ങളുടെ കൂട്ടത്തിലൊരുത്തൻ കൊടും കുറ്റവാളി ബലാത്സംഖ്യയല്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബസമേതം വിനോദയാത്രാ തിരക്കൊഴിഞ്ഞെങ്കിൽ ആ യാതനാ നരകത്തിൽ വീരാൻകുടിയിൽ മലക്കപ്പാറയിൽ ആളെ വിട്ടെന്ന് അന്വേഷിക്കണം. ആദിവാസികൾ പരമസാധുക്കൾ പറയും റൂബിൻ അവൻ ഞങ്ങളുടെ ചോരയാണ്, വേദന അറിയുന്ന കൂടപ്പുറപ്പാണ്. വനം വകുപ്പ് തിരിഞ്ഞു നോക്കാതെ പുഴിവരിച്ചു കിടന്ന ഒരു വയോധികയെ ചേർത്ത് പിടിച്ച് അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന മനുഷ്യസ്നേഹിയെക്കുറിച്ച് ആർത്തിമൂത്ത് ചീർത്തുകൊഴുത്ത ഉദ്യോഗസ്ഥ കള്ളന്മാർക്കെതിരെ ക്യാമറയും വാർത്തയും ആയുധമാക്കിയവനാണ് ഒറ്റയാൾ പോരാടി. ആദിവാസികളെ പുഴുക്കളെ പോലെ കണ്ട് യുദ്ധം പ്രഖ്യാപിച്ച വനം വകുപ്പിന്റെ തെമ്മാടിത്തങ്ങൾ ലോകത്തോട് പറയുന്നത് പാതകമാണെങ്കിൽ ആ പോലീസ് നടപടി ഞങ്ങൾക്ക് പുരസ്കാരമാണ്. ആ കൈവിലങ്ങ് ഞങ്ങൾക്ക് പുല്ലാണ്. പേടിപ്പിക്കല്ലേ പിണറായി പോലീസെ. വാർത്താ സംഹാരത്തിന് മാധ്യമങ്ങളെ കഴിവേറ്റാൽ ഒരുമ്പിട്ടിറങ്ങിയവർ മോദിക്കാലത്തെ മാധ്യമവേട്ടയെക്കുറിച്ചങ്ങ് പ്രത്യയശാസ്ത്ര പൂങ്കണ്ണീരാണ്. ഇനിയും പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് കേസെടുത്ത് നായാടി മടുത്തെങ്കിൽ ആ സൈബർ വെറിയന്മാരെ കൊട്ടേഷൻ കൊടുത്തിറക്കി ഗൗരി ലങ്കേഷ് ഫോർമാറ്റിലങ്ങ് തീർത്തു കളയാൻ തീരുമാനിച്ചാലും അനീതിക്കെതിരെ കമാന്നും മിണ്ടാതെ വായും പൊത്തി വീട്ടിൽ പോകാൻ അധികാര തമ്പ്രാനെ, തമ്പ്രാക്കളുടെ വേട്ട പോലീസെ നട്ടല് വാഴപ്പിണ്ടിയാക്കി വാഴ്ത്തപ്പാട്ടിന്റെ ദാസ്യപ്പണിക്ക് വേറെ ആളെ നോക്ക്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ രാജു പി നായർ, ബി എൻ ഹസ്കർ, അഡ്വക്കേറ്റ് ജോസ് ചെരുവയിൽ, ജക്സ് റൂബിൻലാലിന്റെ സുഹൃത്താണ്, ശ്രീമതി കുസുമൻ ജോസഫ് കൂടി ഈ ചർച്ചയിൽ ചേരും. അതിനു മുമ്പ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ച ആ കാട്ടിലുണ്ടായ വീഡിയോ പ്രേക്ഷകരുടെ ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണണം. വെറുതെ ഒരു രസം അങ്ങോട്ട് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി എടുക്കണം. ഇത് കാടല്ല, അറിയില്ലേ? ഇത് PWD. ഇത് ചേട്ടൻ എന്റെ മേത്തേക്ക് എടുക്കണതിനാ ചേട്ടൻ താഴേക്ക് ഇറങ്ങി? ഞാൻ ഇറങ്ങിന്നോളാം. നിന്ന പേരെന്നാ? കാട്ടിലേക്ക് കയറാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ? ആയിക്കോട്ടെ. ഇവിടെ ഇത് രാവിലെ എവിടെയോ വണ്ടി ഇടിച്ച് പരിക്കേറ്റ് കിടന്ന ഒരു കാട്ടുപന്നിയാണ്. ഒരു വനഭൂമിയിലും കയ്യേറിയിട്ടില്ല റൂബിൻ. ആ ചത്ത കാട്ടുപന്നിയോട് അല്ലെങ്കിൽ പരിക്കേറ്റ കാട്ടുപന്നിയുടെ ദൃശ്യം പുറത്തു വന്നാൽ വനം വകുപ്പിന് പണിയാണ്. അത് തടയാൻ നോക്കി തർക്കമുണ്ടായ വാർത്തയായി. ഈഗോ കുരുപൊട്ടി വനം വകുപ്പ് ഏമാന്മാർ രാത്രി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ഉപജാപം നടത്തുന്ന കനക്കണക്കിന് വകുപ്പുകൾ ചുമത്തി പാതിരാത്രി പോയി കഴുത്തിന് കുത്തിപ്പിടിച്ച് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച് വനിതാ ഉദ്യോഗസ്ഥയുള്ള സ്റ്റേഷനിൽ കൊണ്ടുപോയി മുണ്ടുരിഞ്ഞ് അണ്ടർവെയറിൽ നിർത്തലാണ്. രാജു പി നായർ, ഗുണ്ടാവാഴ്ചകളുടെ കേരളത്തിൽ ക്രമസമാധാനത്തിൽ നാഥനില്ലാ കളരിയാണെങ്കിലും ചില സെലക്റ്റീവ് കാര്യങ്ങളിൽ ഈ പോലീസിന് വല്ലാത്ത ശുഷ്കാന്തിയാണ്. രാജു പി നായർ. അശ്മി, ഇത് ആദ്യത്തെ സംഭവമല്ല. നിരന്തരമായിട്ട് പിണറായിയുടെ പോലീസ് ഈ നാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നവരെ, സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ എല്ലാം ഇത്തരത്തിൽ ഒരു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്ന സമീപനം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കാണുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ചില മാധ്യമപ്രവർത്തകർക്കെതിരെ വാർത്തകൾ കൊടുത്തതിന്റെ പേരിൽ ഗൂഢാലോചന കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനകത്ത് നടപടികൾ എടുത്തത് അറിയാം. പിന്നീട് കോടതികളെല്ലാം അതെല്ലാം ഈ സർക്കാരിന്റെ മാധ്യമ വേട്ടയാണെന്നുള്ള തരത്തിൽ തന്നെ അതിനെ ഇല്ലാതെയാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ ഇന്നിപ്പോ 24 ന്യൂസിന്റെ ലേഖകൻ അനുഭവിക്കേണ്ടി വന്നത് വളരെ പൈശാചികമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ ഒരു സംഭവമാണ്. ഇത്തരത്തിലുള്ള വീഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം. സർക്കാരിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാധ്യമങ്ങൾ? സർക്കാരിന് സ്തുതി പാടുന്ന മാധ്യമങ്ങളെ മാത്രം തങ്ങളുടെ പരിധിയിൽ നിർത്തിക്കൊണ്ട് സ്തുതി പാടിപ്പിക്കുന്ന സംഘത്തെ നമ്മൾ കാണുന്നത് ഡൽഹിയിലാണ്. ആ ഡൽഹിയുടെ അതേ മാതൃകയിലേക്ക് പിണറായിയുടെ പോലീസ് തരം താഴുന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ ഈ ചർച്ചയിൽ
CPM എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആളെ വിടുന്നില്ല. CPM സമീപകാലത്തിലെല്ലാം പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങളെല്ലാം ചർച്ചയിൽ നിന്ന് മാറി. രാജു പി നായർ, ഈ റൂബിൻലാലിന്റെ അച്ഛനും അമ്മയും CPMകാരാണ് എന്ന് പറഞ്ഞാൽ ഈ റൂബിൻലാലിന്റെ അച്ഛൻ മണിലാൽ എന്ന് പറയുന്ന സഖാവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നവ CPM അറിയാവുന്ന അറിയില്ല, പഴയ സഖാവാണ്. ആദിവാസി മേഖലയുടെ വേദനയും യാതനയും അറിഞ്ഞ് പുറം ലോകത്തെത്തിച്ച ഒരു ആക്ടിവിസ്റ്റാണ്. അതിരപ്പള്ളി എന്താണ് ആ സമരമുഖത്തെ ഒരു മുന്നണി പോരാളിയാണ്. അമ്മയും CPM അനുഭാവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ CPMകാരെ ഇപ്പോഴത്തെ CPM മനസ്സിലാവില്ല രാജു പി നായർ. ഹാഷ്മി, റൂബിൻലാലിന്റെ അച്ഛനും അമ്മയും മാത്രമേ CPMകാരുള്ളൂ. പിണറായി വിജയൻ CPM ആണെന്ന് ഹാഷ്മി ഇപ്പോഴും വിശ്വസിക്കുന്നോ? പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഇപ്പോഴും ഹാഷ്മി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റും CPMവും അല്ലാതെ മാറിയിട്ട് എത്രയോ കാളുകളായി. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റിനോ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ മനോഭാവമുള്ളവർക്കോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണോ ഇത്? എന്നിട്ട് ഭീരുക്കളെ പോലെ ഈ ഇത് സമൂഹത്തിനോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളോട് വിളിച്ചു പറയേണ്ട, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് പറയേണ്ട ചർച്ചകളിൽ നിന്ന് ഭീരുക്കളെ പോലെ ഇവ പിന്മാറുകയാണ്. ഇതാണോ ഇരട്ടച്ചങ്ക്? ഈ ഇരട്ടച്ചങ്കാണോ കേരളത്തിലെ ജനങ്ങളോട് ഇവർ പറഞ്ഞിരുന്നത്? പിണറായിയുടെ ഭീരുത്വമൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം? ഇന്ന് ഹാഷ്മി ചോദിച്ച പോലെ ഈ പോലീസിനെ ഭരണത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. എങ്ങനെയാണോ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം സൈന്യത്തെ, സേനയെ, പോലീസ് സേനയെ അവരുടെ ഏകാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളാക്കുന്നത്, അതേ മാതൃക പിണറായി വിജയൻ പിന്തുടരുകയാണ്. എന്നിട്ട് ആ പോലീസിന്റെ മഹത്വം നോക്കൂ. ഇന്നലെ അങ്കമാലിയിൽ ഗുണ്ടകളുടെ വീട്ടിൽ പോയി സൽക്കാരം ഏറ്റുവാങ്ങുന്ന പോലീസ് ആരാ? ക്രൈംബ്രാഞ്ചിന്റെ DYSP. നമ്മൾ ക്രൈംബ്രാഞ്ചൊക്കെ പറയുന്നത് എന്താ? പോലീസ് അന്വേഷിച്ചിട്ട് പിടിക്കപ്പെടാത്ത കേസുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മാനമുള്ള കേസുകൾ, ഇതൊക്കെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാൽ കുറെ കൂടി പ്രൊഫഷണലായി, കുറെ കൂടി നീതിയുക്തമായി അന്വേഷണം നടക്കുന്ന വിശ്വസിക്കുന്ന വിഡ്ഢികളാണ് നമ്മളെല്ലാം. പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ പോലും അതിജീവിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് കേസ് വിട്ടുകൊണ്ടാ. ആ ക്രൈംബ്രാഞ്ചിന്റെ DYSP ഈ ഗുണ്ടകളുടെ വീട്ടിലിരിക്കുക. എന്നിട്ട് അറിയാതെ ഒരു റെയ്ഡ് നടന്നപ്പോ നമ്മൾ ചില സിനിമകളിലെ കോമഡി സീൻ കാണുന്ന പോലെ DYSP ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. എന്തൊരു അവസ്ഥയാണ് പോലീസിന്റെ എന്ന് ആലോചിച്ച് നോക്കൂ. പോലീസിനെ ഇത്തരത്തിലുള്ള കോമാളികളാക്കി മാറ്റി പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ച ഏറ്റവും വലിയ നേട്ടം ആഭ്യന്തര വകുപ്പിനോട് പറയാനുള്ളത് അതാണ്. ആഭ്യന്തര വകുപ്പിനോട് ഇത്രത്തോളം പോലീസുകാർ ഒരു പാവം പിടിച്ചവനെ, ഒരു പാവം പിടിച്ച പയ്യനെ അവന്റെ വീട്ടിൽ കയറി, അമ്മ മാത്രമുള്ള ഒരു വീട്ടിൽ കയറി രാഖി രാമാനം കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശുഷ്കാന്തിയുള്ള പോലീസിനോട് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ ഗുണ്ടാത്തലവന്റെ വീട്ടിലെ മൃഷ്ടാന്നം വെട്ടിവിഴുങ്ങാൻ പോകാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് പറയണം. അങ്ങനെ പിടിക്കപ്പെട്ട കക്കൂസിക്കറി ഒളിക്കാതിരിക്കാനുള്ള നാണം കെട്ട പണിയെങ്കിലും കാണിക്കുന്ന പോലീസിനോട് പറഞ്ഞു കൊടുക്കണം. നാളത്തെ യോഗമുണ്ടല്ലോ മുഖ്യമന്ത്രിയോടാണ്. ശ്രീ ജെ ജക്സ്, ഇവിടെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇപ്പോൾ എന്താണ് ചെരിഞ്ഞാനത്താം രാജു ജക്സ് ഇവിടെ എന്താണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നത് പച്ചക്കള്ളം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവിടെ. ആ കള്ളപ്പരാതി, ഇനി ആ പരാതി സത്യമാണെന്നിരിക്കട്ടെ, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം രാഖി രാമാനം അവിടേക്ക് പോയി രോഗിണിയായ അമ്മ അറിയാതെ, ആരോരും അറിയാതെ അദ്ദേഹത്തെ പിടിച്ചിറക്കി വലിച്ചുകൊണ്ട് വന്ന് തെളിവുള്ള ഫോൺ അവിടെ ഇട്ട് എറിഞ്ഞു പൊട്ടിച്ച് അതുകൊണ്ട് അരിശം തീരാതെ ആ ഫോൺ എടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി എന്താണ് കസ്റ്റഡിയിൽ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുള്ള കസ്റ്റഡിയിൽ മുണ്ടുരിഞ്ഞ് ഷഡ്ഡിപ്പുറത്ത് നിർത്തിയ സംഭവം. ജക്സെ, ഇനി റൂബിൻ നമ്മളറിയാത്ത വേറെ വല്ല അധോലോകമാണോ? നമ്മളറിയാത്ത വേറെ വല്ല ISIS ഭീകരവാദിയാണോ ജക്സെ? റൂബിൻലാലിൻ്റെ കൂടെ അതിരപ്പള്ളിയിലെ വഴികളിലൂടെ പോകുമ്പോൾ റൂബിൻലാൽ പാടിയ ഒരു കവിത ഇപ്പോഴും എന്നോട് പറയാറുണ്ട്. നന്മകൾക്ക് നിറം കെടുന്ന കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വന്ന ചന്തമെന്നുണ്ണി എന്നാണ് റൂബിൻലാൽ പാടാറ്. അത് സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. മൃദുഭാവേ ദൃഢഹൃദേ എന്ന ആപ്തവാക്യത്തിൽ ഒതുങ്ങി നിന്ന ഈ കാക്കി പോലീസുകാരെ കാണുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ പേടിയാണ്. ഇന്ന് റൂബിനാണെങ്കിൽ നാളെ ഞാനായിരിക്കുമെന്നാണ് ഹാഷിൻ എനിക്ക് പറയാനുള്ളത്. കാരണം എന്തെന്നറിയോ? ഇന്നലെ വൈകുന്നേരം ഏകദേശം 10 മണിയായി കഴിഞ്ഞപ്പോൾ ഈ റൂബിൻലാലിൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല. അവസാനം റൂബിൻ്റെ സഹോദരനായിട്ടുള്ള അധ്യാപകനായ റൂബിൻ്റെ സഹോദരനെ വിളിച്ചുണർത്തി ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് പോവുകയാണ്. ആ പാവം മനുഷ്യൻ ഈ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന തോട്ടിലും റോഡിലും ഒക്കെ നോക്കുകയാണ്. ഈ റൂബിനുണ്ടോ, റൂബിൻ്റെ കാറ് കിടക്കുന്നുണ്ടോ? അതിനുശേഷം റൂബിൻ്റെ വീട്ടിലെത്തി. പ്രിയപ്പെട്ട ഹാഷിൻ, പണ്ടൊരു അച്ഛൻ ചോദിച്ചൊരു ഡയലോഗുണ്ട്, എന്തിനാണ് നിങ്ങൾ എൻ്റെ മകനെ മഴയത്ത് നിർത്തുന്നത്? അതുപോലെ അവിടെ ഒരു പാവം സ്ത്രീ വയ്യാതെ പ്രഷറും ഷുഗറും ഏറ്റ് എണിക്കാൻ പോലും പറ്റാതിരിക്കുന്ന
റൂബിൻ ലാലിൻ്റെ അമ്മ ഞങ്ങളോട് ചോദിച്ചു, മോനെ മഴ പെയ്യുന്നുണ്ടല്ലോ, എൻ്റെ മോൻ കുട കൊണ്ടുപോയിട്ടുണ്ടോ, എൻ്റെ മോനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതിനുശേഷം റൂബിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ കവാടം കടക്കുമ്പോൾ അതാ റൂബിനെ ഒരു മുറിയിലേക്ക് നീക്കി വലിച്ചു കൊണ്ടുപോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇവരോട് ചോദിച്ചു, റൂബിൻ എന്തേ, റൂബിൻ എന്തേ, റൂബിൻ എന്തേ എന്നുള്ളതിന് ഒരു ഉത്തരവും അവർ പറഞ്ഞില്ല. റൂബിൻ അറസ്റ്റ് ചെയ്തോ, ഉത്തരമില്ല. ഈ പാവം സഹോദരൻ ആ പോലീസുകാരോട് ഒന്ന് കാണാൻ സാധിക്കുമോ? എനിക്ക് സംശയമുണ്ട്. ആ രാത്രി എന്താണ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താതെ തല്ലിക്കൊന്ന് കുഴിച്ചിടാനായിരുന്നോ പ്ലാൻ എന്നെനിക്ക് സംശയമുണ്ട്. കാര്യം ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിളിക്കുന്നുണ്ട്, ഈ പോലീസ് മിണ്ടുന്നില്ല, ആ പോലീസ് ഫോൺ എടുക്കുന്നില്ല. സി ഐ വിളിക്കുമ്പോൾ സി ഐ ഹലോ 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 എന്ന് പറഞ്ഞു വെക്കുകയാണ്. തല്ലിക്കൊന്ന് കുഴിച്ചു മൂടാൻ പ്ലാൻ ഉണ്ടായിരുന്നോ സംശയമുണ്ട് രാജന്റെ മാതൃകയിൽ. റൂബിൻ, ജക്സേ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സഹോദരനും ഞാനും കൂടി ആ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് കടന്ന് ചെന്ന് അവിടെ ഞങ്ങൾ ആ മിന്നായം പോലെ ആ റൂബിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും, ആ പരാതി ഇവർ സ്വീകരിക്കും, റെസീറ്റും തരും, എന്നിട്ട് പോയിക്കൊള്ളാൻ പറയും. ആ രാത്രി എന്തുണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. എവിടെയെങ്കിലും പുഴത്തീരങ്ങളിലോ എവിടെയെങ്കിലും ഒക്കെ ഈ റൂബിൻ ലാൽ എന്ന് പറയുന്ന പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, ആദിവാസികളെ സ്നേഹിക്കുന്ന ആ പാവൻ ചെറുപ്പക്കാരന്റെ ജഡമെങ്കിലും കിട്ടുമോ എന്ന് ഭയമുണ്ട്. ഇന്ന് റൂബിനാണെങ്കിൽ നാളെ ഞാനാണ്. ഞാൻ ഹാഷിനോടൊരു കഥ പറയാം. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ അതിരപ്പള്ളിയിൽ ഒരു മൃതസംസ്കാരം നടന്നു. ഈ അതിരപ്പള്ളിയിലെ കാടുകളിലെ ആദിവാസികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഫോട്ടോയും വെച്ച് ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ സഖാവ് പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആരാണെന്നറിയോ? ഈ റൂബിൻ ലാലിന്റെ അച്ഛൻ മണിലാൽ. അങ്ങനെയുള്ള മണിലാലിന്റെ മകനാണ് ഈ റൂബിൻ ലാൽ. റൂബിൻ ലാൽ പേടി സ്വപ്നമാണ് ആർക്കൊക്കെ? കാട് കൊള്ളയടിക്കുന്നവർക്ക്, വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവർക്ക്, VRS ഫണ്ട് അടിച്ചു മാറ്റുന്നവർക്ക്, ഇവർക്കൊക്കെ ഈ പറയുന്ന റൂബിൻ ലാൽ പേടി സ്വപ്നമായിരുന്നു. അങ്ങനെ റൂബിൻ ലാലിനെ ഒതുക്കാൻ വേണ്ടി, റൂബിൻ ലാലിനെ പൈശാചികമായി ഒതുക്കാൻ വേണ്ടി ഈ പറയുന്ന വനം വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ അതികിരാതമായിട്ടുള്ളൊരു മർദ്ദനമുറയാണ്. ആ രാത്രി റൂബിൻ ലാലിന്റെ വീട്ടിൽ കയറി ഈ പറയുന്ന ഉറക്കപ്പായയിൽ നിന്ന് മെന്നിപ്പിച്ച് കൊങ്ങയ്ക്ക് പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി നടക്കട എന്ന് പറഞ്ഞ് അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി ആരെയും അറിയിക്കാതെ ആ മണിക്കൂറുകൾ, നീണ്ട മണിക്കൂറുകൾ റൂബിൻ ലാലിനെ വിളിട്ടത് 24 എന്ന ചാനലിന്റെ മാധ്യമ പ്രവർത്തകർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ വിളിക്കാനുണ്ടായിരുന്നില്ലെങ്കിൽ, സൂരജ് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലാ റിപ്പോർട്ടർ വിളിക്കാനുണ്ടായിരുന്നില്ലെങ്കിൽ, ശ്രീകാന്ത് എന്ന് പറയുന്ന കൊച്ചിയിലെ ചീഫ് റിപ്പോർട്ടർ വിളിക്കാനുണ്ടായിരുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കേസ് ഇന്ന് ഇവിടെ ഇല്ല. റൂബിൻ ലാൽ എവിടെയാണെന്ന് പോലും പിടിയില്ല എന്നുള്ളൊരു കഥയായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ചോരയാണല്ലോ, വിളിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിക്കാതിരുന്നില്ലായിരുന്നെങ്കിൽ, ഇടപെടൽ ആകുമായിരുന്നില്ലെങ്കിൽ, റൂബിനെ കാണുന്നില്ല, റൂബിനെ മിസ്സിംഗ് കേസ് ഒടുക്കം ഈ പറഞ്ഞ ഏതെങ്കിലും പുഴയോരത്ത് ശവശരീരമായി കിട്ടിയേനെ ഈ റൂബിന്റെ ജനം. കാര്യം അത്രത്തോളം പകയുണ്ടെന്ന് ഇക്കൂട്ടർക്ക് ആ മനുഷ്യനോട്. ഇവരുടെ കൊള്ളയ്ക്ക് കൊള്ളരുതായ്മയ്ക്ക് ആദിവാസികൾ ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ പുറം ലോകത്തെ അറിയിക്കുന്ന മനുഷ്യനാണ്. എങ്ങനെ പകയുണ്ടാവാതിരിക്കും? എങ്ങനെ ജീവിക്കാൻ സമ്മതിക്കും റൂബിനെ? ജക്സേ, ഇന്നലെ കാലത്ത് 8:15 റൂബിൻ ലാൽ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനും ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങളുടെ തീന്മേശയിലിരുന്ന് ഉണ്ണാൻ പോയതല്ല. അവിടെ വന്യമൃഗങ്ങൾ ആക്സിഡന്റിൽ പെട്ട് കിടക്കുമ്പോൾ അവയെ സംരക്ഷിക്കേണ്ടവർ സംരക്ഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ആ പോയതിനാണ് അവനെതിരെ ഈ ക്രൂരമായ രീതിയിൽ ഇടപെടലുണ്ടായത്. എന്തിനാണ് അവനെതിരെ ഇതുപോലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്? ഇവിടെ തിരുവനന്തപുരത്ത് ഒരു നാടിനെ കോളക്കമുണ്ടാക്കിയ സംഭവം ഉണ്ടായല്ലോ. ഒരു മെമ്മറി കാർഡ് നാളെ പിടിക്കും എന്ന അടക്കമുള്ള ചർച്ചയിൽ പറഞ്ഞതാണ്. ആഴ്ചകൾ ഇത്രയായി മെമ്മറി കാർഡ് എവിടെ ചോദ്യത്തിന് ആകാശത്തേക്ക് വായും പൊളിച്ച് നിൽപ്പാണ് പോലീസ്. വടകരയിൽ ഒരു നാടിനെ കത്തിക്കാൻ ഒരു വർഗീയ സ്ക്രീൻഷോട്ട് ഉണ്ടായി. അത് അവിടുത്തെ പ്രധാനപ്പെട്ട CPM ജില്ലാ നേതാവിന്റെ പുത്രൻ 10 വോട്ടിന് അടിച്ചുണ്ടാക്കിയ വൃത്തികേടാണ് എന്ന് അവിടെ കോൺഗ്രസ് ആരോപിക്കുന്നു. പോലീസ് പിടിച്ചോ? പോലീസ് പിടിച്ചില്ല. പന്തീരാങ്കാവിൽ ഒരു പ്രതിയെ ജർമ്മനിക്ക് കയറ്റിവിട്ട് പോലീസ്. അപ്പോൾ അവിടെയൊക്കെ കഴിവുകെട്ട് നാണം കെട്ട് നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെ ഒരു പാവം മാധ്യമ പ്രവർത്തകനെ വനം വകുപ്പിന്റെ ഈഗോയ്ക്ക് വേണ്ടി അറവുമാടിനെ പോലെ വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ പറ്റും? ഭരണകൂടം അറിയാതെ പറ്റുമോ? ശ്രീ BN അസ്കർ. ഹാഷ്മി, ഇടതുപക്ഷത്തിൻ്റെ പോലീസ് നയം ഇതല്ല. ഇടതുപക്ഷം ഒരു കാലത്തും പോലീസിനെ അങ്ങനെ കയറൂരി വിടുകയും ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ കൊളോണിയൽ ഹാങ് ഓവർ ഇന്ന് കേരള പോലീസിലെ ഒരു വിഭാഗത്തിനുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് എനിക്കൊരു മടിയില്ല. ആ കൊളോണിയൽ ഹാങ് ഓവർ വെച്ചിട്ട് കേരള പോലീസിലെ 1% വരുന്ന ഉദ്യോഗസ്ഥന്മാർ,
ആ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് കേരള സർക്കാരിനെയും അതുപോലെ തന്നെ കേരളത്തിലെ പോലീസിന്റെ മൊറയിലും തകർക്കാനാവില്ല. സാറാ, 1% ആ ആളുകളെ വർഷമായി കണ്ടുപിടിച്ച് സേനയിൽ നിന്ന് ഇടതുപക്ഷം നടപടി 8 തുടങ്ങിയിട്ടുണ്ട്. വർഷം കൊണ്ട് ഈ പുഴുക്കുത്തുകളെ നേരെയാക്കാൻ പറ്റില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി വമ്പൻ തോൽവിയും പരാജയവുമാണ്. നോക്കൂ, അങ്ങേ ആലോചിച്ചു ശ്രീ ഹസ്കർ, ഇവിടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ GD ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ മുണ്ടുരിഞ്ഞ് അണ്ടർവെയറിൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലുവട എന്ന് CA പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ തകർന്നു പോകണം. അവൻ തലപൊക്കാത്ത വണ്ണം തകർന്ന് മനോവീര്യം കെട്ട് ആത്മഹത്യയിലേക്ക് വഴി പ്രാപിക്കണം. അങ്ങനെയാണ് പെരുമാറ്റം. തോന്നിയവാസം കാണിച്ച ആ ഗുണ്ടായസം കാണിച്ച തെമ്മാടി ഉദ്യോഗസ്ഥരെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതല്ലാതെ. അപ്പൊ ഇതൊക്കെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഭരണകൂട സ്പോൺസേർഡ് ടെററിസമാണ്. അഡ്വക്കേറ്റ് ബി ഹസ്കർ. ഹഷ്മി, ഒരു തരത്തിലും ഗവൺമെന്റിന്റെ നയം ഇതല്ല, ഇടതുപക്ഷത്തിന്റെ നയവും ഇതല്ല. ഞാൻ പറഞ്ഞില്ലേ, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. റോബിൻലാലിനോട് ചെയ്തത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ അത് അപലപനീയവുമായിട്ടുള്ള ഒരു കൃത്യം തന്നെയാണ്. പോലീസ് സേനയ്ക്ക് ആകെ കളങ്കമുണ്ടാക്കുന്ന ഒരു കൃത്യം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അത്തരത്തിൽ തന്നെയാണ് ഇടതുപക്ഷം അക്കാര്യത്തെ കാണുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എന്നുള്ളതിന് ഒരു സംശയം. ഏതോ ഇപ്പൊ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. അപ്പൊ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ജാമ്യം തള്ളിപ്പോണം. പണ്ടത്തെ കാലത്ത് എന്തൊക്കെയോ കേസ് വ്യവഹാരക്കൂട്ടം പൊക്കിക്കൊണ്ടിരിക്കുക. റിസർച്ചിലാണ് പോലീസ്. ഇവിടെ ഗുണ്ടാവാഴ്ചയിൽ നാട് കുട്ടിച്ചോറായി കിടപ്പാണ്. അവിടെ ഒന്നും ശ്രദ്ധിക്കണ്ട. പോലീസിന് ഈ റൂബിൻ എന്ന് പറയുന്ന പാവം പിടിച്ചൊരുത്തന്റെ മണ്ടക്കടിക്കാനാണ് പ്രധാനം. അവിടെ BN ഹസ്കർ, ഇത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും അറിഞ്ഞാണ്. അതല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉപജാപസംഘം അറിഞ്ഞാണ്. തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ ജനം ചീമുട്ടേറിയും ഹസ്കർ, ജനം ചീമുട്ടേറിയും. ഹഷ്മി, ഇടതുപക്ഷത്തിന്റെ പോലീസ് നയം ഇതല്ലെന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നു. അത് ഏതെങ്കിലും ഒരു പോലീസ് 50 ലക്ഷത്തിലധികം വരുന്ന അംഗങ്ങളുള്ളതാണ് കേരള പോലീസ്. സ്വാഭാവികമായി സമൂഹത്തിലെ പുഴുക്കുത്തുകളൊക്കെ തന്നെ ഈ പോലീസ് സേനയിലും വന്നിട്ടുണ്ടാവാം. ആ ജീർണതകൾ, സമൂഹത്തിലുണ്ടായിട്ടുള്ള ജീർണതകൾ പോലീസ് സേനയിലും ഉണ്ടാവാം. പക്ഷെ പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. ഇനിയെങ്കിലും ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും അപകീർത്തിപ്പെടുത്തുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടി ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്താൽ അത് ഗവൺമെന്റ് ശക്തമായി ഇടപെടും. അതിന്റെ ഉദാഹരണമാണ് 96 പേരെ പിരിച്ചുവിട്ടത്. ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. പ്രൊഫസർ കുസുമൻ ജോസഫ്, താങ്കൾക്ക് റൂബിനെ നന്നായി അറിയാം. റൂബിന്റെ അച്ഛൻ സഖാവ് മണിലാലിനെ നന്നായി അറിയാം. അവിടെ എന്താണ് ചാലക്കുടി പുഴയോര സംരക്ഷണ സമിതിയും നിങ്ങളുടെ ഒരുമിച്ച് പ്രവർത്തനങ്ങളും അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നന്നായി അറിയാം. അതുകൊണ്ട് റൂബിൻ ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവരുടെ വേദനകൾ അറിയുന്നത് റൂബിൻ്റെ പ്രശ്നമല്ല, അതാ ചോരയാണ്, മണിലാലിൻ്റെ ചോരയായതുകൊണ്ടാണ്. കുസുമൻ ടീച്ചർ. അതെ, റൂബിൻ, നിങ്ങളിപ്പോ മാധ്യമവേട്ട എന്ന് പറയുന്നു. റൂബിൻ എന്ന മാധ്യമ പ്രവർത്തകനെ പറ്റി പറയുന്നു. ശരിയാണ്, റൂബിൻ ഇപ്പോ 24-ന്റെ ഒപ്പം ഉള്ള മാധ്യമ പ്രവർത്തകൻ തന്നെ. ഞങ്ങൾക്ക് അതിനേക്കാൾ മുന്നേ റൂബിൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. റൂബിൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ആദിവാസി മേഖലയിൽ വളരെ നാളായി, ദീർഘനാളായി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആദിവാസികളുടെ സുഹൃത്താണ്, വനത്തിന്റെ സുഹൃത്താണ്, വന്യമൃഗങ്ങളുടെ സുഹൃത്താണ്, ഗംഭീരമായ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. ഈ വന്യമൃഗങ്ങളുടെ ഫോട്ടോ എടുക്കലാണ്. ഇപ്പൊ ഇന്നലെയും അയാൾ 2 പരുന്തുകൾ ഒന്നിച്ചിരിക്കുന്നതിന്റെ മനോഹരമായ ഒരു ചിത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ റൂബിൻ ലാലാണ് 2018 പ്രളയത്തിൽ നമ്മളെല്ലാവരും തകർന്നു. പക്ഷെ വനമേഖലയിൽ ആദിവാസികൾ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടത്, അവർ ദുരിതത്തിൽപ്പെട്ടത് ജനശ്രദ്ധയിലേക്ക്, പൊതുജന മധ്യത്തിലേക്ക് വന്നില്ല. ഈ അതിരപ്പള്ളിയിൽ ആനക്കയം എന്നൊരു ഭാഗമുണ്ട്. ആനക്കയം ഭാഗത്ത് താമസിക്കുന്ന ആദിവാസികൾ അന്ന് ഉരുൾപൊട്ടലിൽ, അവരൊരു വലിയ പാറയുടെ പരിസരത്താണ്. അപ്പൊ ആ ഉരുൾപൊട്ടലിൽ ഇവരുടെ ഈ ഊരിന്റെ പരിസരത്തുകൂടിയെല്ലാം ഇവരുടെ പല വീടുകളും തകർന്നുപോയി. ആളുകൾ മരിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ വലിയ തോതിൽ അവർ ദുരിതത്തിൽപ്പെട്ടു. അന്ന് ജില്ലാ ഭരണകൂടവും ഈ അതിരപ്പള്ളി പഞ്ചായത്തും എല്ലാം ചേർന്ന് ഈ ആദിവാസികളെ, വനം വകുപ്പും കൂടി ചേർന്ന് ആദിവാസികളെ മറ്റൊരു പാറപ്പുറത്തേക്ക് താമസിപ്പിച്ചു. ഉടനെ തന്നെ
അവരെ കൃത്യമായി വൃത്തിയായി പുനരധിവസിപ്പിക്കാം എന്ന ഉറപ്പിൽ. പക്ഷെ അവരത് പാലിച്ചില്ല. 2-3 വർഷം ഈ പാറപ്പുറത്ത് ടാർപോളിൻ ഷീറ്റിന്റെ അടിയിൽ കിടന്നു കഴിഞ്ഞപ്പോ ഈ ഒരു റൂബിൻ ലാൽ മാത്രമേ ഉണ്ടായുള്ളൂ അവരെ സംരക്ഷിക്കാൻ. റൂബിൻ അവിടെ എത്തുകയും വലിയ തോതിൽ ആ വിഷയത്തിൽ ഇടപെടുകയും വനം വകുപ്പിന്റെയും പോലീസിന്റെയും പഞ്ചായത്തിന്റെയും ഭരണകൂടത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമി കണ്ടെത്തി. പക്ഷെ അപ്പോഴും വനം വകുപ്പ് അവർക്ക് വേണ്ടതുപോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല, ഷെഡ് കെട്ടിക്കൊടുത്തില്ല. റൂബിൻ ലാല് ഞങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളെ പുറത്തുള്ള സമത എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അത് ഇവരുടെ ഒരു ബന്ധുക്കളും ഒക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ്. ഇതെല്ലാം കൂടി ചേർന്ന് അവർക്ക് അവിടെ 10-21 ഷെഡുകൾ കെട്ടിക്കൊടുത്തു. പിന്നീട് അയാൾ ആ പ്രദേശത്തുള്ള ഈ ആദിവാസി കുട്ടികളെ സ്കൂളിൽ അയക്കാൻ, അവരുടെ രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, അവിടെ ഇപ്പോഴും TB ഉള്ള സ്ത്രീകളുണ്ട്, ക്ഷയരോഗമുള്ള സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് അയാള്. അത്തരത്തിൽ ആദിവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് ഈ മനുഷ്യൻ. വനം വകുപ്പിന് ഒരു തലവേദനയാണെന്ന് നമുക്കറിയാം. പക്ഷേ ശരി, ഞാൻ എന്തോ സാങ്കേതിക പ്രശ്നം ഞാൻ എത്താം. അഡ്വക്കേറ്റ് ജോസ് ചെരുവിൽ ടീച്ചർ പറഞ്ഞു വന്നെന്ന് തോന്നുന്നത് അദ്ദേഹം വനം വകുപ്പിന് തലവേദനയാവുള്ള കാരണമുണ്ട്. ആദിവാസി മേഖലകളിലേക്ക് നിരന്തരം പോവുകയാണ്. ആദിവാസി മേഖലയിൽ അവരുടെ വേദനകൾ കണ്ടറിയാണ്. ഇപ്പോൾ ഒരു കമലപ്പാട്ടി എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വനം വകുപ്പ് തിരിഞ്ഞു നോക്കാതെ കിടപ്പായിരുന്നു. കാലിലൊരു മുറിവ് അളിഞ്ഞു പുഴുവ് കയറി മരിക്കാൻ പരുവത്തിന് കിടപ്പായിരുന്നു. അവിടെ പോയി അത് ആ വാർത്ത പുറം ലോകത്തെ എത്തിച്ചു, ചികിത്സ കൊടുത്തു. ഈ പറയുന്ന പാട്ടിക്ക്, ഈ പറയുന്ന ഈ വയോധികയ്ക്ക് പെൻഷനില്ല. റൂബിൻ ഒറ്റയാൾ പോരാട്ടത്തിൽ ഇടപെട്ട ആ പെൻഷൻ ശരിയാക്കി വന്നപ്പോഴേക്ക് അമ്മ മരിച്ചു. ശ്രീ ജോസ് ചെരുവിൽ അങ്ങനെ ഇവരുടെ ഇപ്പോൾ ഒരു ആധാർ കാർഡ് നഷ്ടമാകുന്നു, അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട രേഖകൾ നഷ്ടമാകുന്നു. അതിനൊക്കെ വേണ്ടി മുന്നിലിറങ്ങി പുറപ്പെടുന്ന ഇയാൾക്കെതിരെ വനം വകുപ്പിന് പരാതി ഉണ്ടാകാം, അല്ലെങ്കിൽ വനം വകുപ്പിന് പകയും കലിയും ഉണ്ടാകാം. കാര്യം ഈ ആദിവാസികളോട് യുദ്ധം പ്രഖ്യാപിച്ചവരാണ് വനം വകുപ്പ്. അഡ്വക്കേറ്റ് ജോസ് ചെരുവിൽ ഈ പോലീസിന് എന്തിനാണെന്ന് റൂബിനോട് ഇത്ര ചുരുക്ക്? കേൾക്കാം ജോസ്, പറഞ്ഞോളൂ. കേൾക്കാം ജോസ്, പറയൂ. ഇത് പോലീസ് വനം വകുപ്പ് ഒരു പക്ഷേ കാണിച്ച ഗുരുതരമായ വീഴ്ച അതിനകത്തുള്ളത്. വനം വകുപ്പിനെ സഹായിക്കാൻ പോലീസുമായി ചേർന്ന് നടത്തിയ ഗുരുതരമായ ഗൂഢാലോചനയാണ് ഞാൻ സംശയിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇന്നലെ രാവിലെ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു 12 മണിയായപ്പോൾ റൂബിൻ ലാൽ ഒരു പരാതിയുമായിട്ട് അദ്ദേഹത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കയ്യേറ്റം ചെയ്ത പരാതിയുമായി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അവിടെ എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരാതി ഈ കേസെടുത്തെന്ന് പറയുന്ന ആൻഡ്രിക് ഡൊമിനിക് സാർ അവിടെ ഇല്ലാതിരുന്നത് കാരണം ആ പരാതി വാങ്ങിച്ചു വെച്ച് സാർ വന്നു കഴിയുമ്പോൾ വേണ്ടത് ചെയ്യാമെന്ന് ഉദ്യോഗസ്ഥർ മടക്കി അയച്ചു. അതിനുശേഷം ഒരു 2-2:30 മണിയോടുകൂടി വനം വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരൊരു പരാതിയുമായി ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. ഈ രണ്ടുപേരും പരാതി ചെന്നിട്ടും ആ സമയത്ത് സാറ് സ്ഥലത്തില്ല, സാറ് വിദൂരത്ത അല്ലെങ്കിൽ പെട്രോളിങ്ങിലാണ്. സാറ് വന്നു കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തപര നടപടി എടുക്കുന്നു. ക്രൈം നമ്പർ 127/29/24 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പരാതി എടുക്കുന്നു. അതിനകത്ത് 353 എന്ന് പറഞ്ഞൊരു വകുപ്പ് എഴുതി ചേർക്കുന്നു, അതായത് കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി. ക്രൈം നമ്പർ 129 റൂബിൻ ലാലിന്റെ പരാതി എടുക്കുന്നത്. അത് അദ്ദേഹത്തെ കൈയേറ്റം ചെയ്തു 323 506 എടുത്ത് കേസെടുക്കുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന വകുപ്പുകളിൽ അത്ഭുതം ഉണ്ടാവില്ല. ജോസേവിൽ ഈ പറയുന്ന വകുപ്പുകളിൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം ഉണ്ടാവില്ല. കാര്യം എന്താണെന്നറിയോ? ഈ വനമേഖലയിൽ താമസിക്കുന്ന വനം വകുപ്പിനോട് എതിർത്ത് സംസാരിക്കുന്ന ആർക്കെതിരെയും, വനം വകുപ്പിന്റെ തോന്നിവാസങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആർക്കെതിരെയും മണ്ടക്കടിച്ചു കൊടുക്കുന്ന വകുപ്പാണ്. എന്താണ്? വനമേഖല അതിക്രമിച്ചു കയറി ഔദ്യോഗിക കൃത്യങ്ങൾ തടസ്സപ്പെടുത്തി. എത്ര കേസ് ഉണ്ടാവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതെ 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 അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഹാഷ്മി. ഞാൻ പറഞ്ഞു വരുന്നത് പൊന്നുമത്തായി തുടങ്ങി സന്ദീപ് മാത്യു, സരുൺ ശശി, എങ്ങനെ നിരവധി ആളുകളെ കള്ളക്കേസിൽ കൊടുത്തി, കണ്ണൂരെ പ്രിൻസ് ദേവസ്യ എന്നിങ്ങനെ നിരവധി ആളുകളെ കള്ളക്കേസിൽ കൊടുത്ത് ജയിലിൽ വിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിന് ഏറ്റവും അവസാനമായിട്ട് പോലീസുവിനെ കൂട്ടിച്ചേർന്ന് നടത്തിയ ഒരു ഗുരുതരമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. എനിക്ക് വേദനയുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ജുഡീഷ്യറി ഇപ്പോൾ കേസിൽ ബെയിലെന്ന് പറയുന്നത് റൂളും ജയിലെന്ന് പറയുന്ന എക്സെപ്ഷനുമാണെന്ന് കണക്കാക്കേണ്ട കാര്യമാണ്. ഇവിടെ പിന്നെ ജാക്സൺ സമർപ്പിച്ച എഫ് ഐ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ FIR നോക്കിയാൽ നിസ്സംശയം പറയാൻ പറ്റും ഇതൊരു കള്ളക്കേസാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ജാമ്യത്തിന് പരിശോധിച്ച ജുഡീഷ്യൽ ഓഫീസർ പോലും
ഒരു ജാമ്യം കൊടുക്കാൻ നിർബന്ധമായിട്ട് അർഹതയുണ്ടായിരുന്ന കേസിൻ്റെ അകത്ത് പോലും ഒരു ചെറുപ്പക്കാരനെ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ ജാമ്യം കൊടുത്താൽ പോലും ഭരണഘടന അനുശാസിക്കുന്ന ഒരു മൗലിക സ്വാതന്ത്ര്യമേ നടത്തിയിരിക്കുന്ന ഗുരുതരമായ കയ്യേറ്റമാണ്. പോലീസും ഇവിടെ ശ്രീ രാജു പി നായർ, ഇവിടെ ഈ പോന്ന പോക്കിൽ റൂബിന്റെ ഫോൺ വാങ്ങി ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് കുളത്തിലേക്ക് എറിയുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാവോ? ഈ റൂബിൻ അദ്ദേഹം പറയുന്നത് സത്യമാണ്, ഈ പറയുന്ന വനാതിർത്തിയിൽ കടന്നു കയറിയിട്ടില്ല, അവിടെ ഉണ്ടായത് എന്താണെന്ന് സത്യമാണ് തെളിയിക്കാനുള്ള വിഷ്വലും രേഖയും അടക്കം ആ ഫോണിലാണ്. അത് ഈ പോലീസ് ഏമാന്മാർക്ക് അറിയാം. അതിനുശേഷം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അവിടെ പോയി കുത്തിയിരുന്ന് ഉപജാപം നടത്തുകയാണ്. അതിനെ തുടർന്നാണ് പോലീസ് ഇറങ്ങി വന്ന് ഈ പറയുന്ന മര്യാദകൾ കാണിക്കുന്നുവെങ്കിൽ രാജു പി നായർ, ആ ഉപജാപം എന്തൊരു തീവ്ര ഉപജാപമാണ്. ഹലോ രാജു പി നായർ കേൾക്കാമോ? ഹലോ രാജു പി നായർ കേൾക്കാമോ? ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജക്സ്, ഞാൻ മനസ്സിലാക്കുന്നത് രാത്രി പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോവാണ്. എങ്ങനെയാണ് പോകുന്നത്? അതായത് ഈ സംഭവത്തിൽ വനം മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ട് ആ വനം മന്ത്രിയുടെ മുഖത്തടിച്ച മട്ടിൽ CCFനെ മറികടന്നുകൊണ്ട് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാൻ അവിടെ പോയി കുത്തിയിരിക്കുകയാണ്. സാധാരണ നോർമൽ പോട്ടെ, അറസ്റ്റ് മെമ്മോ ഒക്കെ പോട്ടെ, ഈ സംഭവ സ്ഥലത്ത് പോലീസ് ഒന്നും പോവില്ല. ഏത് കേസായാലും ഒന്നും പോവാതെ നേരെ പോവാണ് തൂക്കിയെടുക്കാൻ. അമ്മ മാത്രമുള്ള വീട്ടിൽ. ജക്സ്, അതാണ് പറഞ്ഞത്. ഇവിടെ ഈ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടതിന് ശേഷം, അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷമാണ് ഈ ഒരു ഇടപെടൽ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ആ മന്ത്രിയോടുള്ള ഇവിടുത്തെ ഈ സംവിധാനങ്ങളോട്, ഈ ഫോറസ്റ്റ് സംവിധാനങ്ങളോട്, തങ്ങളുടെ വകുപ്പിൻ്റെ മന്ത്രിയോടുള്ള ഈ സംവിധാനങ്ങളുടെ രീതി എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൊരട്ടിയുണ്ട്, ചാലക്കുടിയുണ്ട്, അതിരപ്പള്ളിയുണ്ട്. ഇങ്ങനെ പോലീസ് സ്റ്റേഷനുകൾ നോക്കുമ്പോൾ ഒരുപാട് നല്ല പ്രയത്നങ്ങൾ ചെയ്യുന്ന പോലീസുകാർ ഈ സ്റ്റേഷനുകളൊക്കെ തന്നെയുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. കൊരട്ടിയിൽ പാതയം പോലുള്ള വയറെറിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി കൊടുക്കുന്ന BK അരുൺകുമാർ സാറിനെ പോലുള്ളവരുടെ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. ചാലക്കുടിയിലുണ്ട്. വിവിധ കൊലപാതക കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരുമായിട്ട് നേരിട്ട് ഇതിൻ്റെ തെളിവുകൾ നൽകി അവരെ പിടിക്കുന്നതിനുള്ള ഇടപാടുകൾ സഹായിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പോലീസ് സംവിധാനങ്ങളും ചാലക്കുടിയിലുണ്ട്. പക്ഷേ അതിരപ്പള്ളിയിൽ സംഭവിച്ച കാര്യം, സത്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈ CI എന്ന് പറയുന്ന, ഈ ആൻഡ്രിക് എന്ന് പറയുന്ന മനസ്കന്, അദ്ദേഹത്തിന് ഈ അതിരപ്പള്ളിയിൽ നിൽക്കാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടണം. എന്താണ് അദ്ദേഹത്തിന് അതിരപ്പള്ളിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള കാരണം എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോരണം. അതിനുവേണ്ടി നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. പോലീസ് സേനയ്ക്കിടയിൽ തന്നെ ഇദ്ദേഹം ചെയ്ത് ശരിയല്ല എന്നുള്ള രീതിയിൽ അഭിപ്രായമുണ്ട്. ഇദ്ദേഹം ഈ ഒരു കാരണവശാലും 8 മണിക്ക് ഈ പറയുന്ന പരാതി കിട്ടി 11 മണിക്ക് പോയിട്ട് ഇതുപോലെയുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സാമാന്യ മര്യാദകൾ, മനുഷ്യത്വപരമായി സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചു. അതുമാത്രമല്ല, നേരത്തെ ഹാഷിം പറഞ്ഞൊരു കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തും കൂടി ഉണ്ട്. ഈ റൂബിൻലാലിൻ്റെ ഫോൺ എന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യങ്ങളുടെ കലവറയാണ്. ആ ഫോൺ അടിച്ച് തകർത്ത് കണ്ണൻകുഴി തോട്ടിലേക്ക് എറിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഒരു കാരണവശാലും ഈ പറയുന്ന തെളിവുകളൊന്നും പുറത്തു വരരുത്. രണ്ടാമത്തെ കാര്യം, ഇതൊരു മെസ്സേജാണ്. നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അത് ചെയ്യുന്നവരൊരു മെസ്സേജ് കൈമാറുന്നുണ്ട്. ഇതിലും ഒരു മെസ്സേജ് ഉണ്ട്. എന്താണെന്നറിയോ? ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയിച്ചാൽ, അതിനാരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ കസ്റ്റഡിയിൽ കിടക്കും. അതാണ് റിമാൻഡ് ചെയ്യലൊന്നുമല്ല എന്ന് പറഞ്ഞാൽ, അവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ കൂടി ചട്ടിപ്പുറത്ത് കസ്റ്റഡിയിൽ നിർത്തുമെന്ന കൃത്യമായ സന്ദേശമാണ്. ശരിയാണ്, ഞാൻ എത്താം ജക്സെ. രാജു പി നായർ കേൾക്കാമെന്നാണ് കരുതുന്നത്. രാജു പി നായർ, ഇതൊരൊറ്റ CI അറിഞ്ഞ് ചെയ്ത നടപടിയാണെന്ന് പറയാൻ കഴിയുമോ? നോക്കൂ രാജു പി നായർ, ഇത് വനം വകുപ്പിനെ ഓവർടേക്ക് ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ വനം മന്ത്രി ഈ സംഭവം അറിയുന്നു, വനം മന്ത്രിക്ക് മനസ്സിലാകുന്നു ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് മര്യാദകേടുണ്ടെന്ന് മനസ്സിലാകുന്നു, അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അന്വേഷണത്തിന് ഉത്തരവിട്ട ശേഷം ഈ വനം വകുപ്പ് പോലീസിലേക്ക് പോകണമെങ്കിൽ വനം വകുപ്പിൻ്റെ അനുമതി വേണം. അതുണ്ടായിട്ടില്ല. അപ്പോൾ വനം മന്ത്രിയുടെ മുഖത്തേക്ക് അടിക്കുന്ന പോലെ കാണിച്ച് CCFനെ മറികടന്നുകൊണ്ട് അതിനു മുകളിൽ പോലീസിൽ പരാതി കൊടുക്കുകയും ഒന്നും നോക്കാതെ പോലീസ് വന്ന് തൂക്കിയെടുക്കണമെങ്കിൽ ഒരൊറ്റ CI, എന്താണ് ആൻഡ്രിക് എന്ന് പറഞ്ഞ ഒരുത്തം വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ അത്, ശ്രീ രാജു പി നായർ? ഹാഷ്മി, അല്ല. ഇപ്പോൾ ഇവിടെ റൂബന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഈ റൂബൻ അവിടുത്തെ പോലീസുകാരുടെ കച്ചവട താല്പര്യങ്ങൾക്കും മറ്റ് ക്രിമിനൽ താല്പര്യങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ പോലീസിലെ മുഴുവൻ ക്രിമിനൽ വൽക്കരണത്തിന്റെ ഒരു പതിപ്പായിട്ട് ഇത് മാറുന്നത് അങ്ങനെയാണ്. അതല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ,
ഇപ്പോ റൂബിനെതിരെ എടുത്ത കേസ് 323 ഉൾപ്പെടെയുള്ള കേസുകളാണല്ലോ. അതുപോലെ തന്നെ ഔദ്യോഗിക കൃത്യം തടസ്സപ്പെടുത്തിയ കേസുണ്ട്. സമാനമായ മറ്റൊരു കേസ് കോടതി നിർദ്ദേശപ്രകാരം എടുത്തൊരു കഥ ഞാൻ പറയാം. മേയർ ആര്യയ്ക്കും MLA സച്ചിൻ ദേവിനുമെതിരെ പോലീസ് കേസെടുക്കാത്തിട്ട് കോടതി നിർദ്ദേശിച്ചനുസരിച്ച് കേസെടുത്തു. ഇവരെ രാത്രി പോയി അറസ്റ്റ് ചെയ്തോ? ഇപ്പോഴും മേയർ ആര്യയും അതുപോലെ തന്നെ സച്ചിൻ ദേവും അറസ്റ്റിലാണോ? ജാമ്യമില്ലാ കുറ്റപ്രകാരമല്ലേ കേസെടുത്തിരിക്കുന്നത്? വകുപ്പ് പ്രകാരമല്ലേ കേസെടുത്തിരിക്കുന്നത്? അപ്പൊ എങ്ങനെയാണ് റൂബന് ഇത് നിഷേധിക്കപ്പെടുന്നത്? റൂബന് നിഷേധിക്കപ്പെടുന്നത് ഈ ക്രിമിനൽ സെലക്റ്റീവാണ്. ഇപ്പോ ഈ പറഞ്ഞ യദു എന്ന് പറയുന്ന ആൾ എന്തോ ചേഷ്ട കാണിച്ചെന്ന് മേയർ പറയുന്നത് തെളിയിക്കാൻ ആവശ്യമായ രേഖ എന്താണ്? മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡ് പോലീസ് കണ്ടുപിടിക്കില്ല. വടകരയിൽ നമ്മൾ കണ്ട തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നാടിനെ കത്തിക്കാൻ പോകുന്ന ഒരു കാഫിർ വർഗീയ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പടച്ചുവിട്ടതാണ് വ്യാജപ്പത്. കോൺഗ്രസ് ആരോപിക്കുന്നു അത് അവിടുത്തെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവിന്റെ ഒരു പിഴച്ച പുത്രൻ ഉണ്ടാക്കി വിട്ടാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പോലീസ് പിടിക്കുമോ? പോലീസ് പിടിക്കില്ല. പോലീസ് ആവശ്യമുള്ളിടത്തേ പിടിക്കൂ. രാജീവ് പി നായർ ഇല്ല. അതാണ് ഹാഷ്മി, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ ഈ റൂബന്റെ വിഷയം സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് അധികം പോകുന്നില്ല. പക്ഷെ ഇതാണ് പ്രശ്നം. പോലീസിന്റെയും സർക്കാരിന്റെയും CPMന്റെയും താല്പര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന മനുഷ്യരെ അവർ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതെയാക്കാൻ നോക്കും. അതാണ് പ്രശ്നം. ശ്രീ ഹസ്കർ ഇവിടെ പറയുകയാണ് 8 വർഷം ഭരിച്ചതിന് ശേഷം 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഹസ്കർ പറയുകയാണ് ഈ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. എപ്പോഴാണ് ഇനി എടുക്കുക? എത്ര കാലമായി ഹസ്കർ ഈ പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇത് ആദ്യത്തെയാണോ? നിങ്ങൾ ഒറ്റപ്പെട്ടത് പറഞ്ഞ് ദിവസവും 3 ഒറ്റപ്പെട്ടത് ഇറങ്ങി തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ ഹസ്കർ, CPMന് അറിയാത്തതാണോ? കഴിഞ്ഞ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായത് ഈ പോലീസിനെ കുറിച്ചല്ലേ? SFIയുടെ സമ്മേളനങ്ങളിൽ വിമർശനമായില്ലേ? CPIയുടെ സമ്മേളനങ്ങളിൽ ഈ പോലീസിനെ കുറിച്ച് വിമർശനം ഉണ്ടായില്ലേ? എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരാളാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞ ഹസ്കർ. അങ്ങ് പോയി പറയണം, നിങ്ങൾക്ക് എതിർക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഈ ചീത്ത പണിക്ക് ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾ അവിടെ ചടഞ്ഞുകൂടി ഇരിക്കരുത്, ദയവേത് ആ പണി വിട്ട് ഇറങ്ങിപ്പോണം എന്ന് പറയണം. 8 വർഷം കഴിഞ്ഞിട്ട് ഇത്രമാത്രം വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട്, എത്ര വിഷയങ്ങൾ, കിളിക്കൊല്ലൂർ മുതൽ തലസ്ഥാന നഗരിയിൽ പോലീസ് മ്യൂസിയം പോലീസ് നടത്തുന്ന എത്ര വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു. സ്ത്രീ സുരക്ഷയെ പോലും ഇല്ലാത്ത രീതിയിൽ സ്ത്രീകൾക്ക് അഭയമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അപഹസിച്ച് ഇറക്കി വിടുന്ന കാഴ്ചകൾ കണ്ടില്ലേ? ആഷ്മി, നമ്മുടെ ഈ ജില്ലയിലല്ലേ ആലുവയില് ഒരു പെൺകുട്ടി CIക്കെതിരെ പരാതി എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത് എന്ത് നടപടിയെടുത്തു? ഈ പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. നടപടി എടുക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ CPM ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനിയായിട്ടുള്ളവരുൾപ്പെടെ ഈ ഗുണ്ടാപ്പണിക്ക് പോലീസിനെ ഉപയോഗിക്കുകയാണ്. ഗുണ്ടാപ്പണികൾക്ക് പോലീസിനെ ഉപയോഗിക്കുമ്പോൾ ഗുണ്ടകളും പോലീസും തമ്മിൽ അവിശുദ്ധ ബന്ധമുള്ളപ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് അവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. പകരം തുടരെ അവരുടെ ആയുധങ്ങളായി ഉപയോഗിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ഒരു താഴത്തുള്ള കോൺസ്റ്റബിളിനെ പിരിച്ചുവിട്ടതിന്റെ പേര് പറഞ്ഞ് മേനി നടിക്കരുത് ഹസ്കർ. ഈ പോലീസ് സേനയിൽ ക്രിമിനലുകളായിട്ടുള്ള DYSPമാരും SP-മാരും ഉൾപ്പെടെ അവിടെ ഇരിക്കുകയാണ്, അതേ സ്ഥാനത്ത് ഇരിക്കുകയാണ്. അവരെ നിങ്ങൾക്ക് തൊടാൻ കഴിയുന്നില്ല, തൊടാൻ കഴിയില്ല. കാരണം തൊട്ടാൽ നിങ്ങളുടെ ചീഞ്ഞ കഥകൾ പുറത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്, ഇവിടെ ഈ പറയുന്ന റൂബിൻ ലാലും അദ്ദേഹത്തിന്റെ സഹോദരൻ സോംലാലും സ്കൂൾ കാലഘട്ടം മുതൽ കൃത്യമായ കാമ്പോടെ സംഘടനാ പ്രവർത്തനം നടത്തി കൊള്ളാവുന്ന ഒരു സഖാവ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു സഖാവ് അച്ഛൻ്റെ മക്കളായി വളർന്ന് നല്ല ഒന്നാം തരം പ്രത്യയശാസ്ത്ര ബോധ്യത്തിൽ വളർന്ന് ആദിവാസി മേഖലകളിൽ അവർക്കിടയിൽ ഇഴുകിച്ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കരുത്തോടെ വളരുന്ന മാധ്യമപ്രവർത്തകനാണ് റൂബിൻ ലാൽ. ഒരു CI അദ്ദേഹത്തിന്റെ കൊങ്ങായി കയറി പിടിച്ചാൽ ആ ശബ്ദം അങ്ങ് ഇല്ലാതാകും എന്ന് തെറ്റിദ്ധരിച്ചാൽ ആ തെറ്റിദ്ധാരണ 4ആയി കീറി മടക്കി റൂബിന്റെ ഫോൺ എറിഞ്ഞിട്ടുണ്ടല്ലേ ആ കുളത്തിലേക്ക് എറിയണം ആ അതിരപ്പള്ളി പോലീസ്. ശ്രീ അസ്കർ, കുറച്ചുനാൾ മുമ്പാണ് യാർഷോയുടെ പരാതിയിൽ ഒരു മാധ്യമപ്രവർത്തകരെതിരെ കേസെടുക്കുന്നു. ഗൂഢാലോചന, ഏതാണ്ട് മാരകാപരാധം, കൊണ്ടുപിടിച്ച അന്വേഷണം. ലാസ്റ്റ് പോലീസ് തന്നെ പോയി കോടതി പറഞ്ഞു ഞങ്ങൾക്ക് തെളിവൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, കേസ് തീർന്നേ. ഇവിടെ അധിക നാളായിട്ടില്ല ഒരു ആ നവകേരള ബസ്സിനെതിരെ ഷൂ എറിഞ്ഞ് ആ ഷൂവേറിന്റെ ആഘാതത്തിൽ ബസ് മറിഞ്ഞ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കി എന്നൊക്കെയുള്ള വധശ്രമം, ഒരു മാധ്യമപ്രവർത്തകർക്ക് 2ാമത്തെ കേസ്, 3ാമത്തെ കേസ്, ഇപ്പോൾ റൂബിനെതിരെ കേസ്. ശ്രീ ജക്സ് പറയുന്നതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ സംശയിച്ചാൽ, ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ, ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്താൽ നിങ്ങളെ ഇത്തരത്തിൽ വ്യവഹാരക്കുരുക്കിൽപ്പെട്ട് അത് വിജയിച്ചാലും ഇല്ലെങ്കിലും വ്യവഹാരക്കുരുക്കിൽപ്പെടുത്തി ആക്രമിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചുകൊണ്ട് പോയി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിലും ഷഡ്ഡിപ്പുറത്ത് നിർത്തി നാണം കെടുത്തും.
സർക്കാർ നൽകുന്ന സന്ദേശമല്ലേ CBN അസ്കർ? അത് ഏതെങ്കിലും CI ആണോ? ഹാഷ്മി, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക പരിരക്ഷയൊന്നും നിയമത്തിന്റെ പരിധിയിലില്ല. വേണ്ടെന്നേ. അപ്പോൾ നിയമം പാലിക്കാനും വേണ്ട. അനുസരിച്ച് വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം ഉണ്ടെന്നേ. സർ, വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അസ്കർ, വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഏതെങ്കിലും പരിരക്ഷ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിരക്ഷ വേണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പരിരക്ഷ വേണ്ട. സാധാരണ പൗരന്റെ നീതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഹസ്കർ. സാധാരണ പൗരന്റെ നീതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. റൂബിനെ പാതിരാത്രി പോയി വീട്ടിൽ പോയി കഴുത്തു കുത്തി പിടിച്ചിറക്കാൻ അറസ്റ്റ് കൊടുക്കാതിരിക്കുന്നത് മര്യാദകേടല്ലേ? അത് ആരോടും ചെയ്യാവോ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഷഡ്ഡിപ്പുറത്ത് നിർന്ന് മര്യാദകേടല്ലേ? ആരോടും ചെയ്യാവോ? മാധ്യമപ്രവർത്തനം വിട്. ആരെങ്കിലും അതിനെ ന്യായീകരിക്കുന്നു? ഒരു മനുഷ്യനോട് പോലും ചെയ്യരുത്. പണ്ട് UDF-ന്റെ ഭരണകാലത്ത് ലോക്കപ്പ് മുറികൾ മർദ്ദന മുറികളായി മാറിയിരുന്നതും ഇന്നും ആ ലോക്കപ്പിന്റെ മുറികളിലെ ഇപ്പോഴും ചോരപ്പാടുകളുണ്ട് UDF ഭരണകാലത്ത്. പക്ഷേ LDF-ന്റെ രാഷ്ട്രീയ നയം, പോലീസ് നയം ഇതല്ല. ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥനെ നിങ്ങൾ ഈ പറഞ്ഞല്ലോ, പന്തീരങ്കാവും ആലുവൊക്കെ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും ഇപ്പോഴും ആ യൂണിഫോം അണിയാൻ അവസരം ഉണ്ടായിട്ടില്ല. ഇവരെ ആരെയും ലോക്കൽ പോലീസിൽ ഇരുത്തുന്ന അല്ലെങ്കിൽ LDF എടുക്കാറില്ലെന്നേ. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. ആലുവയിലെ മുഫീദ ചുമ്മാ വെറുതെ കള്ളം പറയല്ലേ, അവാസ്തവം പറയല്ലേ? സാർ, ആ മുഫീദ പർവീന്റെ സുധീറിന്റെ കാര്യമാണോ? 6 മാസം കൃത്യം കഴിഞ്ഞ് അദ്ദേഹം അധികാരത്തിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ ഏതോ അർത്തുങ്കല്ലോ എവിടെ സ്റ്റേഷൻ ഓഫീസറാ. പിന്നെയും ചുമ്മാ അങ്ങ് പറഞ്ഞു പോയി. നിയമത്തിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നതല്ലേ? അല്ല, താങ്കൾ പറയുന്നത് പിന്നെ യൂണിഫോം ഇട്ടില്ലെന്നാണ്. നമ്മൾ നേരത്തെ തുടങ്ങിയത് എവിടെ വെച്ചാ? ഏതൊരു പൗരനും തുല്യമായി നിയമത്തിൽ തുല്യതയുണ്ട് എന്ന് പറയുമ്പോ നിയമത്തിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നതിനപ്പുറം ചെയ്യാൻ പറ്റുമോ? യൂണിഫോം ഇട്ടിട്ടേ ഇല്ല. 6 മാസത്തിലധികം സസ്പെൻഡ് ചെയ്ത് താങ്കളാ പറഞ്ഞത് പിന്നെ യൂണിഫോം ഇട്ടിട്ടേ ഇല്ലാന്ന്. യൂണിഫോം അന്തസ്സായിട്ട് അവിടെ ജോലി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനുണ്ടോ? ഏതെങ്കിലും ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നേ. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ SHO ആണ് ഞാൻ അന്വേഷിക്കുന്ന സമയത്ത്. ഇപ്പൊ എവിടെ എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിലാണ്. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരുന്നു ഈ അടുത്ത കാലത്ത് വരെ. ഇപ്പൊ എവിടെ എനിക്കറിയില്ല. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു തരത്തിലും പന്തീരങ്കാവ് പോലീസിലെ SHOക്ക് ഇപ്പൊ എന്താ സംഭവിച്ചേ? 6 മാസം വീട്ടിലിരിക്കും. 6 മാസം വ്യായാമം ചെയ്ത് ഭാര്യയ്ക്കൊപ്പം നന്നായി കറങ്ങി വിനോദയാത്ര കഴിയും. 6 മാസം കഴിയുമ്പോൾ വീടിനടുത്ത പോലീസ് സ്റ്റേഷനിൽ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അതാ സംഭവിക്കാൻ പോന്നെ. ഒരു ചുക്കും അല്ല നടക്കലെന്ന് അസ്കറെ, നമ്മൾ കാണുന്നതല്ലേ ഇത്. അശ്മി, അങ്ങനെ ആനുകൂല്യങ്ങളൊന്നും ചെയ്യുന്നതല്ല ഇടതുപക്ഷത്തിന്റെ നയം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ആനുകൂല്യം നൽകുന്നതാണ് എന്ന് കരുതണ്ട. ഈ തരത്തിൽ കുറ്റകൃത്യങ്ങൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ, ജനങ്ങളോട് മര്യാദയ്ക്ക് ഇടപെടാത്ത ഉദ്യോഗസ്ഥന്മാരെ, ആ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തുന്നതിന് ഇടതുപക്ഷത്തിന് അറിയാം, CPM-ന് അറിയാം. അങ്ങനെ ചങ്കുറപ്പുള്ള ഒരു നേതാവ് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. ഇങ്ങനെ ഈ ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ആഭ്യന്തര വകുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അങ്ങനെ ഒറ്റ തിരിഞ്ഞ് ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്. അവരെ ഒക്കെ നിലയ്ക്ക് നിർത്തുന്നതിനുള്ള കാര്യങ്ങൾ അറിയാന്നേ. അതുകൊണ്ടാണല്ലോ 97 ഉദ്യോഗസ്ഥന്മാർ ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടത്. UDF-ന്റെ കാലത്ത് ഒരാളെ പിരിച്ചുവിടാൻ കഴിയും. അവസാനത്തെ നടപടിയാണ്. അങ്ങനെ ചങ്കുറപ്പുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾക്ക്, ഗുണ്ടാവാഴ്ചകളുടെ വിഷയങ്ങൾക്ക് CPM ഔദ്യോഗിക പ്രകൃതി വന്നിരിക്കില്ലേ? അവർ പറയില്ലേ ഇടതുപക്ഷത്തിന്റെ നയം ഇതാണെന്ന് പറയില്ലേ? അവർ പറയില്ലേ ഞങ്ങൾക്ക് ചങ്കുറപ്പുണ്ട്, ഇവരെ തളയ്ക്കാനെന്ന് പറയില്ലേ? ചങ്കുറപ്പുണ്ടോ രാജീവ് പി നായർ യഥാർത്ഥത്തിൽ? ഒരു ചങ്കുറപ്പുമില്ല ഹാഷ്മി. ഇവിടെ സൂചിപ്പിച്ചല്ലോ, മോഫിയ പർവീന്റെ വിഷയത്തിൽ ആ CIക്കെതിരെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് ആ CI ആ ഓഫീസിൽ നിന്ന് മാറ്റാൻ സാധിച്ചില്ല, ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റിയില്ല. അൻവർ സാദത്തും ബെന്നി ബെഹനാനും റോജി ജോണും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ പോയി, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമരത്തിൽ പങ്കാളിയായിരുന്നു. 3 ദിവസം അവിടെ തുടർച്ചയായിട്ട് കുത്തിയിരുന്നതിന് ശേഷമാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ CIയെ മാറ്റാൻ തയ്യാറത്. ഹസ്കർ എന്നിട്ട് എന്താ ഈ പറയണത്? അയാൾക്കെതിരെ ഒരു ക്രിമിനൽ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടോ? അങ്ങനെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇന്ന് സർവീസിലിരുത്താൻ കഴിയുമോ? നിങ്ങൾ വെറുതെ ഈ പറയുന്ന ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്നതിനപ്പുറം ഒന്നുമില്ല. കിളിക്കല്ലൂർ സംഭവത്തില് CI എന്ത് ചെയ്തു? നിങ്ങൾ മറ്റ് ഇത്തരത്തിലുള്ള കസ്റ്റഡി മരണം ഉണ്ടായിരുന്നല്ലോ, എന്ത് ചെയ്തു? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വന്നത് ഇടതുപക്ഷ നയം എന്ന് പറയുന്നു. ആ ഇടതുപക്ഷ നയം നടപ്പാക്കാത്ത ഒരു ഭരണവും പോലീസുമാണുള്ളത്. നിങ്ങൾ 8 വർഷത്തിന് ശേഷം ഞങ്ങളുടെ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറഞ്ഞാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? കോൺഗ്രസിനെയാണോ കുറ്റം പറയേണ്ടത്? അതോ ഈ പാവങ്ങളെയാണോ?
നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാവർക്കും നിയമം ഒരേപോലെയാണ്, സമന്മാരാണ്, മാധ്യമപ്രവർത്തകർക്ക് മറ്റൊരു അവകാശമില്ല എന്ന് പറഞ്ഞു. എന്തേ ആര്യയെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തേ സച്ചിൻ ദേവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? സമാനമായ വകുപ്പുകളല്ലേ ഇട്ടിരിക്കുന്നത്. അവര് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമല്ലേ അവർക്കെതിരെ കേസെടുക്കുന്നത്. എന്താ ഹസ്കർ മേയർ ആര്യ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തത്? അങ്ങനെയൊന്ന് പറയാൻ കഴിയുമോ? സമന്മാരല്ലേ നിയമത്തിന് മുന്നിൽ? നിങ്ങൾ ഈ പോലീസിനെ മുഴുവൻ ക്രിമിനൽ വൽക്കരിച്ചവരാണ്. നിങ്ങൾ ഗുണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സേനയാക്കി മാറ്റി. എങ്ങനെയാ ഈ PSC ലിസ്റ്റിൽ അട്ടിമറി നടത്തിക്കൊണ്ട് ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ തലപ്പത്തേക്ക് എത്തിയത്? എങ്ങനെ എത്തിയത്? CPM-കാരെ ഈ പോലീസിനകത്തേക്ക് തള്ളിവിട്ടു. അതുകൊണ്ടല്ലേ നസിയ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവർത്തകയുടെ മൂക്കത്തേക്ക് ലാത്തിയിൽ ആണി വെച്ചടിച്ച പോലീസുകാരുണ്ടല്ലോ. ഒരു പോലീസുകാർക്ക് നിങ്ങൾ കൊടുത്തിരുന്ന ട്രെയിനിങ് ഇതാണോ? അല്ലല്ലോ. ഒരു സമരമുഖത്ത് ഒരു പെൺകുട്ടിയുടെ മൂക്കത്തേക്ക് ലാത്തി വെച്ചടിച്ച പോലീസുകാരുണ്ട്. അവരാരായിരുന്നു? CPM-ന്റെ പ്രവർത്തകരായിരുന്നു. നിങ്ങൾ ആ CPM-ന്റെ പ്രവർത്തകരെ ഈ പോലീസിനകത്തേക്ക് കയറ്റി നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ടൂളാക്കി മാറ്റി. അതുകൊണ്ട് ഈ സേന ഇന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സേനയാണ്. അവരുടെ കൈകാലികൾ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് നീതിപൂർവമായി പ്രവർത്തിക്കാൻ കഴിയാത്തത്. അങ്ങനെ നീതിപൂർവമായി പ്രവർത്തിക്കാൻ കഴിയാത്ത പോലീസിനെ നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പറയുന്നവരെ മാത്രം കടിക്കുന്ന പട്ടികളായി അത് മാറും എന്ന് വിശ്വസിക്കരുത്. വളർത്തുന്ന പട്ടികൾ നിങ്ങളെ കടിക്കില്ല എന്ന് വിശ്വസിക്കരുത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന് യാതൊരു നയവുമില്ല, ഇടതുപക്ഷത്തിന് യാതൊരു വിലയുമില്ലാത്ത സാഹചര്യത്തിലേക്ക് പോയി. അലനും താഹയും ഇടതുപക്ഷമായിരുന്നില്ലേ ഹസ്കറെ? അലനും താഹ ഇടതുപക്ഷമായിരുന്നില്ലേ? ഈ കിളിക്കലൂരിലെ പാവ പയ്യൻ DYFI-കാരനായിരുന്നില്ലേ? അതുകൊണ്ട് ഹാഷ്മി ആദ്യം ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റ് ഇടതുപക്ഷവുമല്ല CPM-വുമല്ല, ഇത് പിണറായിസ്റ്റുകളാണ്. ഏകാധിപത്യത്തിന്റെ ശബ്ദത്തിലുള്ള പിണറായിസ്റ്റിന്റെ ഭരണമാണ്. ആ പിണറായിസ്റ്റിന്റെ ഭരണത്തിന് റൂബിൻലാലിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയ വിമർശനമാണ്. അതിന് മറുപടി പറയാൻ ഒരു CPM നേരിട്ട് വേണമായിരുന്നു. വിളിച്ചതാണ് താല്പര്യമില്ല, ആളെ വിടാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ഇതിലെന്ത് പറയാനാണ്? ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ? ഇനി എത്ര ശരി ഞാനെത്താം. ശ്രീ ജെ ജക്സ് ശ്രീ ജെ ജക്സ് ഇവിടെ റൂബിന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മറ്റൊരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു. ഇവരിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് CPI-ക്ക് പോലും മുണ്ടെടുത്ത മോദിയാണെന്ന് ഒരു ശരി രാജു പിന്നാർ ഞാൻ അങ്ങനെയൊക്കെ എത്താം. രാജു പിന്നാർ. ശ്രീ ജെ ജക്സ് ഇവിടെ റൂബിന്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള റൂബിന്റെ മറ്റൊരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു. ആ സുഹൃത്ത് പറയുകയാണ്, അവനോട് ഞാൻ 6 മാസം മുന്നേ പറഞ്ഞു, നീ നടക്കുമ്പോൾ സൂക്ഷിക്കണം, നിന്നെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ഒരുപക്ഷെ ആളുണ്ടാവും, നിന്നെ അപകടപ്പെടുത്താൻ ആളുണ്ടാവും, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റൂബിൻ വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ അപ്പം നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഇത്രമാത്രം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന ചെറുപ്പക്കാരനോട് കൊടിയ പകയുണ്ടാവാനുള്ള കാരണം യഥാർത്ഥത്തിൽ എന്താണ് ജക്സേ? സത്യത്തിൽ ഇവിടെ നേരത്തെ വക്കീൽ പറഞ്ഞ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോലീസ് നയത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം രൂപീകരിച്ചിട്ടൊരു നയമുണ്ട്. പക്ഷേ ആ നയത്തിൽ നിന്നും കാതങ്ങൾക്കപ്പുറത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത അവസരത്തിൽ ഹൈക്കോടതി തന്നെ ഒരു വിഷയത്തിൽ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ദേവൻ രാമചന്ദ്രൻ ആദരണീയനായ അദ്ദേഹം പറഞ്ഞ സംഭവം, ഈ പോലീസിൻ്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്ന് കോടതി നേരിട്ട് ചോദിച്ചു. കാരണം ഇവിടെ പോലീസ് നയം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ തന്നെ വലിയ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. എത്ര 800 ജില്ലാൻ കേസ് 800 ജില്ലാൻ പോലീസുകളാണ് ക്രിമിനൽ സംഘത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നത്. ആ സംഘത്തിൽപ്പെട്ട ആളുകളെ പിരിച്ചുവിടാനായിട്ടുള്ള എവിടം വരെയായി? ഇതൊന്നും നടക്കുന്നില്ല. മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഈ റൂബിൻലാലിൻ്റെ അച്ഛനും റൂബിലും ഒക്കെ തന്നെ സജീവമായിട്ടുള്ള ഒരു CPM അനുഭാവികളാണ്. റൂബിൻലാലിൻ്റെ കുടുംബം തന്നെ. ഇന്ന് അതിരപ്പള്ളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ സബ് ജയിലിലേക്ക് പോകുന്ന വരെ എല്ലാ കാര്യങ്ങളിലും അവരുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കുന്നത്, ജനങ്ങൾക്ക് സുരക്ഷിതത്വവും ജനങ്ങളുടെ ജീവന് സംരക്ഷണവും നൽകുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഈ പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് പാർട്ടി അണികൾക്കിടയിൽ തന്നെ വലിയ ചർച്ചയുണ്ട്. അപ്പോൾ ഇത് എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇത് പുഴുക്കുത്തുകളെ കൊണ്ട് കേവലം 5-10 വരുന്ന നേരത്തെ രാജു പിന്നാർ പറഞ്ഞ പോലെ വിഘ്നേഷ് എന്ന് പറയുന്ന പാമ്പിടിച്ച പയ്യൻ അവിടുത്തെ DYFI-യുടെ സജീവ പ്രവർത്തകനാണ്. ഈ പറഞ്ഞ റൂബിന്റെ അച്ഛൻ അവിടുത്തെ CPM-ന്റെ പ്രധാന നേതാവായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ജനകീയ നേതാവാണ്. അദ്ദേഹം മരിച്ചപ്പോൾ നൂറുകണക്കിന് മനുഷ്യർ കണ്ണീരൊഴിച്ച ജനകീയ നേതാവാണ്. ഇപ്പൊ CPM-കാർ കവർ ഭരിക്കുമ്പോൾ ഇതാണ് ഗതികേടെങ്കിൽ മറ്റു മനുഷ്യരുടെ കാര്യം പറയണോ ഈ നാട്ടിൽ ജക്സേ? അതെ, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നേരത്തെ ഹാഷിം പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് റൂബിൻ വേട്ടയാടപ്പെടുന്നു? റൂബിൻ വേട്ടയാടപ്പെടുന്നത് കുസുമ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റൂബിൻ
സ്പർശനം റൂബിൻ്റെ ഇടപെടൽ വരുന്നത് എല്ലാം തന്നെ ഈ പറയുന്ന ആദിവാസി മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞവരെ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവരെ കൃത്യമായ വിവരങ്ങളാണ് എടുക്കുന്നത്. അതിരപ്പള്ളി മേഖലയിൽ, വാൽപ്പാറ മേഖല, അതുപോലെ തന്നെ മലക്കപ്പാറ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ നടക്കുന്ന കാടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇവരുടെ കുടുംബത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവൻ്റെ അച്ഛൻ ഈ മണിലാലേട്ടൻ ഈ കാടുകളിലെ ഊരുകളിലൊക്കെ തന്നെ വളരെ സജീവമായിട്ട് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അതേ കഴിവ് തന്നെ ഈ റൂബിൻലാലിനുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പുറം ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു വലിയ വഴിയാണ് റൂബിൻ. അവിടെയാണ് വെട്ട് വരുന്നത്, അവിടെയാണ് ജെട്ടിപ്പുറം വരുന്നത്, അവിടെയാണ് മൊബൈൽ ഫോൺ അടിച്ചു പൊളിക്കുന്നത്. അതാണ് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ഈ പോലീസ് സംവിധാനങ്ങൾ റൂബിനോട് മാത്രമല്ല, അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 മാസം ഉണ്ടായിട്ടും അതിനു മുന്നേ പിഴയടച്ച് തന്നൊരു വ്യക്തിയാണ് ഞാൻ ആ കാര്യം മറന്നുപോയി, കേസുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷെ ഇപ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ കാണുമ്പോൾ കൈ ചുരുട്ടലും മുഷ്ടി പിടിക്കലും എന്താ കാണിക്കുന്നത്? ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? ഇതൊക്കെ കാണിക്കുന്ന സന്ദേശം കിരാതമായ ക്രിമിനൽ തൊപ്പി വച്ചിരിക്കുന്ന ഒരു സേനയായിട്ട് ഈ പോലീസ് സേന മാറുന്നു. ഇവരെ നിയന്ത്രിക്കാനോ ഇവരെ കൃത്യമായിട്ട് കൂച്ചുവിലങ്ങിട്ട് ഇവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ നയരൂപീകരണം നടത്തുവാനോ ഇവിടെ സംവിധാനങ്ങൾക്കാവുന്നില്ല. പാർട്ടി അണികൾ പോലും ഇത്തരത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ഹാഷിൻ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ്. കേരളത്തിലെ സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള കാര്യം ഉയർന്ന ഇവിടെ ഗുണ്ടാവാഴ്ചക്കെതിരെ ഓപ്പറേഷൻ ആഗ് നടത്തുകയാണ്. വേറൊരു ഡിവൈഎസ്പി ഒരു ഗുണ്ടാ തലവന്റെ വീട്ടിൽ പോയി നല്ല പുഴമീനും ചിക്കനും മട്ടനും ഒക്കെ കൂട്ടി മൃഷ്ടാനം ഭുജിക്കുന്നു, കുടിച്ചു കൂത്താടുന്നു. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ എത്തുമ്പോഴേക്കും ഓടിപ്പോയി കക്കൂസ് കയറി വാതിലടക്കുക. ഏതു പോലീസിനോടാണെന്നേ പറയേണ്ടത് ഗുണ്ടകളെ പറ്റി? ശ്രീ അഡ്വക്കേറ്റ് ജോസ് ചെരവിൽ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് എന്താണ്? ഒരു കാട്ടുപന്നിക്ക് പരിക്കേറ്റ് കിടക്കുന്ന പന്നിയുടെ ചിത്രമെടുത്തു. അതാണല്ലോ ആനക്കാര്യം, അതാണല്ലോ ആന അപരാധം. അപ്പോൾ ഇത് ഇത്ര പോലെ പ്രശ്നമാകുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുമ്പോൾ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില ആളുകൾ പറയുകയാണ്. എന്താ പറയുന്നത് അറിയോ? എന്ന് പറഞ്ഞാൽ ഈ കാട്ടുപന്നി ചത്തു കഴിഞ്ഞാൽ, അവിടെ കിടന്നങ്ങ് ചത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചിത്രം എടുത്തില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഇറച്ചി അടക്കമുള്ള വിൽപ്പന മുതലാണെന്നാണ് പറയുന്നത്. ആ മുതലിൻ്റെ പങ്കുകച്ചവടക്കാർ ഇക്കൂട്ടലുണ്ടെന്നാണ് പറയുന്നത്. ഒരു കാട്ടുപോത്ത് ഇത്തരത്തിൽ റെക്കോർഡില്ലാതെ അങ്ങ് ചത്തുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചിക്ക് 3 ലക്ഷം രൂപ വരെയൊക്കെ വിലയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്താണ് മാനെങ്കിൽ മാൻ്റെ കൊമ്പ് വിൽക്കാൻ അത്തരത്തിലൊരു അഗാധത്തിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലെ ഒരു കൊള്ളക്കൂട്ടമുണ്ട്. കൊള്ളക്കൂട്ടത്തിന് പൊള്ളി അഡ്വക്കേറ്റ് ജോസ് ചെരുവിൽ. നിശ്ചയമായിട്ടും ഇത് വനംവകുപ്പാണ് ഏറ്റവും വലിയ കള്ളന്മാരെന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഈ വനത്തിലാണ് ഏറ്റവും വലിയ കൃഷി. സർക്കാർ ഏറ്റവും കൂടുതൽ കൃഷി ഇറക്കുന്ന വനത്തിലാണ്. വനത്തിലേക്ക് ആർക്ക് കയറാൻ പറ്റത്തില്ല. വനത്തിലേക്ക് കയറുന്ന അതിരപ്പള്ളി പ്രദേശങ്ങളിൽ തന്നെ വനത്തിലേക്ക് ടൂറിസം വെക്കുന്നതിനെതിരെ അവിടെ വ്യാപകമായ പ്രതിഷേധമുണ്ട്. അതിനെതിരെ ശബ്ദം ഉയർത്തുന്നുണ്ട് ആളുകൾ. ഇതുപോലുള്ള പല കാര്യങ്ങളും വനം വകുപ്പ് വനത്തിനുള്ളിൽ നടത്തുന്ന കൊള്ളകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ മാധ്യമപ്രവർത്തകർ വളരെയേറെ ഉത്സാഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അവരോട് ഒരുപക്ഷെ ബുദ്ധിമുട്ടുമുണ്ട്. ഇതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ വളരെ കാൽപ്പനികമായിട്ടാണ് പടയപ്പ ഓടി അല്ലെങ്കിൽ അരിക്കൊമ്പൻ ഓടി എന്ന് പറഞ്ഞ് കാൽപ്പനികമായിട്ട് ഈ വനത്തിലെ ആളുകളെ അത് പ്രദർശിപ്പിക്കുമ്പോൾ അവരോട് താല്പര്യം കാണിക്കുന്ന മാധ്യമപ്രവർത്തകരോട് താല്പര്യം കാണിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, ഇത് ഏതൊരാൾക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നിവിടെ നടക്കുന്ന ഒരു കിരാതമായ വനരാജാണ് നടക്കുന്നത്. മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു കേസിൻ്റെ അകത്ത് നിസ്സാരമായിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക്, ഒരു ബീച്ച് ഫോറസ്റ്റ് ഓഫീസർക്ക്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് ഒരു കേസെടുപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭരണകൂടം ഇല്ല എന്ന് തന്നെ അവസ്ഥ. ജനാധിപത്യ രാജ്യത്ത് ഒരു മന്ത്രി പറയുകയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ നടപടിയെടുക്കും എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി ഞങ്ങൾക്ക് പുല്ലാണെന്ന് പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ ഒരു ബീറ്റ് പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഒരു CIക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭരണമില്ല, ഇവിടെ ജനാധിപത്യമല്ല ഭരിക്കുന്നത്, ഉദ്യോഗസ്ഥ രാജ ഭരിക്കുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമല്ല. ഞാൻ പ്രതികരിക്കുന്ന കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷനെയാണ്. കേരളത്തിലെ കർഷകരുടെ മേലെ വനം വകുപ്പ് നടത്തുന്ന നിരന്തരമായ ക്രൂരകൃത്യങ്ങളുണ്ട്. കള്ളക്കേസുകളുടെ പരമ്പര തന്നെ എണ്ണി പറയാനാണ് നിരവധി. പൊന്നുമത്തായി ഉൾപ്പെടെ, സന്ദീപ് ഉൾപ്പെടെ, സരിൻ ശശി ഉൾപ്പെടെ, പ്രിൻസ് ദേവസ്യ ഉൾപ്പെടെ നിരവധി ആളുകളെ കള്ളക്കേസിൽ കുടുക്കി ഉള്ളിലാക്കാൻ വേണ്ടിയുള്ള വനം വകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയുന്നത് വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു കാര്യമാണ് അവൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് 1 മിനിറ്റ് നേരത്തേക്ക് ആയാൽ പോലും തടസ്സപ്പെട്ട റോങ് ഫുൾ റെസ്ട്രെയിൻ എന്ന് പറഞ്ഞ കേസെടുക്കാൻ ഇവിടെ നിയമത്തിൽ വ്യവസ്ഥയുള്ള രാജ്യത്ത് ഒരു ചെറുപ്പക്കാരനെ അന്യായമായിട്ട്
ജയിലിൽ പാർപ്പിക്കാണ്ട് ഈ രാത്രി അയാൾ ജയിലിൽ കഴിയുക 12 മണിക്കൂറായി. ഇടതുപക്ഷത്തിന്റെ നയം ഇതല്ലെന്ന് പറയുന്ന ഉണ്ടെങ്കിൽ, എനിക്ക് ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നുള്ളതല്ല, ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ ഇന്ന് സസ്പെൻഷനായി വീട്ടിൽ പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നേരത്തോട് നേരമായി ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. നീതിയുള്ള നാട്ടിലല്ലേ അതൊക്കെ പോയല്ലോ. എന്തായാലും ഇത് ഓർത്തു നോക്കൂ. വനം മന്ത്രി കേസെടുക്കാൻ, വനം മന്ത്രി അന്വേഷിക്കാൻ നിർദ്ദേശിച്ച ഒരു കേസിലാണ്, വനം മന്ത്രി അന്വേഷിക്കാൻ നിർദ്ദേശിച്ച അന്വേഷണം തുടങ്ങി, CCF അന്വേഷണം തുടങ്ങിയ ഒരു കേസിലാണ് വനം മന്ത്രിക്ക് പുല്ലുവില കൊടുക്കാതെ അതിനു മുകളിലേക്ക് ആ ഉദ്യോഗസ്ഥൻ പോകുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്. വേറെ ഒരു മന്ത്രി GRNൽ ഒരു കാര്യം പറയാൻ ഒരു പോലീസുകാരനെ വിളിക്കുമ്പോൾ ആ പോലീസുകാരൻ മന്ത്രിയോട് കാണിക്കുന്ന ധാർഷ്ട്യം നമുക്കറിയാം. അപ്പോൾ ഘടകകക്ഷി മന്ത്രിമാരോട് ഇത്ര വിലയൊക്കെ കൊടുത്താൽ മതി എന്ന് പോലീസിന് പ്രത്യേക നിർദ്ദേശം ഉണ്ടോ എന്നുകൂടി ആ ഘടകകക്ഷി മന്ത്രിമാർ അന്വേഷിക്കട്ടെ. ശ്രീഭാസ്കർ, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു കള്ളക്കേസാണ്. അത് വനം വകുപ്പിന്റെ ഈഗോയുടെ കുരുപൊട്ടിയതാണ്. അതിന് പോലീസ് അധമപ്പണിയിൽ കൂട്ടുനിന്നതാണ്. ശുദ്ധമായ അനീതിയുടെ ഒരു പരമ്പര ഉണ്ടായ ഈ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് ഇടപെടുമെന്നും മുഖ്യമന്ത്രി ഇടപെടുമെന്നും അവിടെ ഒരു നീതി ഉണ്ടാകും എന്ന് വെറുതെ അനാവശ്യമായി പ്രതീക്ഷിക്കണോ കേരളം? ശ്രീ BN അസ്കർ, ഞങ്ങൾ ഹാഷ്മി പോലീസുകാർക്കൊരു പരിമിതിയുണ്ട് ഹാഷ്മി. തങ്ങളുടെ ഭാഗം ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നതിന് അവർക്കൊരു പരിമിതിയുണ്ട്. ഇവിടെ നിങ്ങൾ ഇരട്ട നീതിയൊന്നും ഇക്കാര്യത്തിലില്ല. റോബിൻലാലിൻ്റെ പരാതിയിൽ 129/2020 അതിരപ്പള്ളി പോലീസ് തന്നെ ഒരു കേസെടുത്തിട്ടുണ്ട്. ഒരു കുറ്റകൃത്യം നടന്നു എന്നൊരു വിവരം ലഭിച്ചാൽ നിയമപരമായി മാത്രമേ പോലീസിന് ചെയ്യാനാവൂ. അതിൽ FIR ഇടും, തുടർന്ന് അറസ്റ്റ് നടത്തും, കോടതിയിൽ ഹാജരാക്കും. നിരപരാധിത്വം കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി കള്ളക്കേസാണെന്നിരിക്കെ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞ നടപടിയിലേക്ക് റോബിൻലാലിന് പോകാനുള്ള അവസരമുണ്ട്. ഒരു സംരക്ഷണവും അക്കാര്യത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ചെയ്യില്ല. ഇനി ആ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് റോബിൻലാലിന് നിങ്ങൾ പറയുന്നത് പോലെ അതിഭീകരമായി മർദ്ദനമേറ്റിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് രാജ്യത്ത് നിയമമുണ്ട്. അവിടെ CCTV അടക്കം ഉണ്ടെന്നേ. നിങ്ങൾ ഇന്ന് തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ CCTV അടക്കം ലഭിക്കുന്നുള്ള സാഹചര്യം ഉണ്ടാവും. ഒരു മനുഷ്യനെയും മനുഷ്യത്വഹീനമായി പ്രവർത്തിക്കുന്നതിന് പോലീസിന് അധികാരമില്ല. ആ അധികാരമില്ലാത്തിടത്ത് അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നടപടിയെടുക്കുന്നതിനുള്ള ആർജവം ഈ ആഭ്യന്തര വകുപ്പിനും അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുമുണ്ട്. ഒരു സംശയം വേണ്ട. 24 മണിക്കൂറിനുള്ളിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കപ്പെട്ടിരിക്കും. അങ്ങനെ കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഇക്കാര്യത്തിൽ. ഇപ്പോ അത് പോലീസ് പറയണമല്ലോ CCTV ഒക്കെ അവിടെ ദൃശ്യങ്ങൾ ഉണ്ടാക്കണോ മായ്ക്കണോ എന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് നോക്കാം. വ്യക്തിപരമായി എനിക്ക് വലിയ പ്രതീക്ഷയില്ലെങ്കിലും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ എനിക്കോട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഈ പോലീസാണ് രാത്രി ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കി വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയി കസ്റ്റഡിയിൽ ഇട്ടില്ലെങ്കിൽ നാളെ വീണ്ടും കാണാം.